ഹലോ ഗേസ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞാനൊരു യാത്ര പുറപ്പെടുകയാണ്. ഒരു സൈക്ലിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഏകദേശം ടൈം വന്നിട്ട് 6:30 സമയമായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 10-17 കിലോമീറ്ററാണ് ഇന്നത്തെ നമ്മുടെ റൈഡ്. അപ്പോൾ നമുക്ക് റൈഡിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ കാഞ്ഞാണി എത്തിയിട്ടുണ്ട് കേട്ടോ. കാഞ്ഞാണി പാടത്തുകൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സമയം 7 മണിക്ക് ആവാറായിട്ട് ഇനിയും ദൂരമുണ്ട്. ഇന്നത്തെ ഒരു 10-17 കിലോമീറ്ററാണ് ഞാൻ ഇന്നത്തെ എൻ്റെ റൈഡ് കാണുന്നത്. അത് രാവിലെ തന്നെ വയലിലേക്കൊക്കെ നോക്കിയൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അപ്പോൾ അതേ നമ്മൾ കപ്പൽപ്പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിയുടെ പേര് പോലെ തന്നെ അതിൻ്റെ നിർമ്മിതി ഒരു കപ്പലിൻ്റെ ഷേപ്പിലുണ്ടാകും. കേരളത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പള്ളി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇനി ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ഷേപ്പിലുള്ള അല്ലെങ്കിൽ നിർമ്മിതി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം നല്ലൊരു ക്ലൈംബ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മളിന്ന് കുന്നത്തങ്ങാടി കയറ്റത്താണ് എത്തിയിരിക്കുന്നത്. ഒരു 1.5 കയറ്റമാണ് കേട്ടോ. അപ്പം നമുക്ക് ഗിയറൊക്കെ ഡൗൺ ചെയ്തുകൊണ്ട് നമുക്ക് ചവിട്ടി കയറ്റാം. പിന്നെ എന്താ ഒരു ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഇറക്കം കിട്ടുമല്ലോ. ഇപ്പോൾ ഒരു കയറ്റം വലുത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര തന്നെ ഒരു ഇറക്കമുണ്ട്. നമ്മുടെ ജീവിതം പോലെ തന്നെ എന്നും സമാന്തരമായിട്ട് പോകുന്നതിൽ ഒരു രസമില്ലേ. ഇടയ്ക്ക് ഒരു വലിയ ക്ലൈമ്പൊക്കെ നമുക്കും കിട്ടണ്ടേ. നല്ലേ നമുക്ക് ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഇറക്കം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നല്ലൊരു കയറ്റവും വരും. ആ കയറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഇറക്കം ഉണ്ടാവും ജീവിതത്തിൽ. അപ്പോൾ സമ്മിശ്രിതമായിട്ട് തന്നെയാണ് എപ്പോഴും പോകുള്ളൂ. ഒരു സൈക്കിൾ സവാരി പോലെ തന്നെയാണ് ലൈഫ് അല്ലേ. ഇപ്പോൾ ഈ വഴി പോകുമ്പോഴൊക്കെ ഞാൻ ഈ ഗീവർഗീസ് പുണ്യാളിലൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുള്ളൂട്ടാ. അപ്പോൾ നല്ല ശക്തിയുള്ള പുണ്യാളനാണ്. അപ്പോൾ ആൾ നോക്കിയോളും നമ്മുടെ എല്ലാ കാര്യങ്ങളും ബാക്കി.
അപ്പം മനക്കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു കയറ്റം വരുന്നുണ്ട്. അപ്പം 2 ക്ലൈമ്പുകൾ വരുന്നുണ്ട് കേട്ടോ അവിടെ. മുക്കാല് അപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകു വശത്താണ് കേട്ടോ നമ്മൾ എത്തി നിൽക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ വഞ്ചിക്കുളം. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകു വശത്ത് നമ്പർ 2 ഗേറ്റിലെ ആ വശത്തൂടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈസി ആയിട്ട് എത്തി ചേരാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ പഴയ കാലത്തെ ചരക്ക് നീക്കങ്ങൾക്കും അതേപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടുവരാനായിട്ട് ജലമാർഗ്ഗമായിരുന്നു ഉപയോഗിച്ചിരുന്നത്.
ആ കാലത്ത് തൃശ്ശൂരുമായി ബന്ധിപ്പിക്കാനായിട്ട് ഉള്ള ഒരു കനാൽ അല്ലെങ്കിൽ ചരക്ക് നീക്കത്തിനായിട്ട് ഉള്ളൊരു സംവിധാനമാണ് ഈ വഞ്ചിക്കുളം എന്ന് പറയുന്നത്. കുറേ നാളിത് കാട് പിടിച്ച് കിടക്കായിരുന്നു. ഇപ്പോൾ ഇതിൽ കുറേ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ പാർക്ക്, കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെയാണ് എത്തിയിരിക്കുന്നത്, തുറന്നിട്ടൊന്നുമില്ല. അതിന് ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വരുന്ന കനാലാണ് കേട്ടോ ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്ന സ്ഥലം, ഈ വഞ്ചിക്കുളം എന്ന് പറയുന്ന സംഭവം. ഇത് എവിടെ നിന്നാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ, കൊച്ചി ആ ഭാഗത്തു നിന്നൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പം നഗരവുമായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു വഞ്ചിക്കുളം. ഈ കനാലിൻ്റെ സൈഡിൽ കൂടെ നമുക്കൊന്ന് പോയി നോക്കാം, എവിടെ വരെ എത്തും നോക്കി നോക്കാം. സംഭവം ചെറിയൊരു ഓഫ് റോഡും കൂടിയാണ്. ഇതിലെ വഴി ഉണ്ടോന്ന് അറിയില്ല ഗൈസ്, പോയി നോക്കാം. മമ്മ ഈ വഴി നേരെ എങ്ങോട്ടാ പോവാ? നേരെ ഈ വഴി അല്ല, വഴി നേരെ അങ്ങോട്ട് പോവാൻ പറ്റുമോ സൈക്കിൾ ഓട്ടിട്ട്? ഇല്ല അല്ലേ? അമ്മാമ ഞാൻ ചോദിച്ചിട്ടുണ്ടാകുന്നു, ഒരുപാട് പൈസ ആയിരം അമ്മാമ. ശരിക്കും വിജനമായുള്ളൊരു പ്രദേശമാണ്. ഇവിടെ നിന്നില്ലെന്ന് തോന്നുന്നു കേസ്. ഇതിങ്ങനെ പോകുന്നുണ്ട്, എവിടം വരെ പോകുന്നൊന്നും അറിയില്ല. അപ്പോൾ അതേ കണ്ട നമ്മുടെ പറഞ്ഞ കനാൽ ഇതാ ഇനിയും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എവിടം വരെ എത്തുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഇവിടം വരെ ഉള്ളൂ. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം അന്നത്തെ കാലത്ത് ചരക്ക്, അരി, സാധനങ്ങളൊക്കെ കടത്താനായിട്ട്, അന്ന് റെയിൽവേ ഒന്നും ഉണ്ടാവില്ല, സംവിധാനം ഒന്നും ഉണ്ടാവില്ല. മെയിനായിട്ട് ജലഗതാഗതത്തിനായിരിക്കും ആശ്രയിച്ചിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടാവുക. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ബോട്ട് ഡെക്ക്, റെസ്റ്റോറൻറ്റ്, ഇപ്പുറത്തെ വഴിക്ക് പോകുകയാണെങ്കിൽ ഓപ്പൺ ആംഫി, ജിമ്മ്, ടോയ്ലറ്റ്. അപ്പോൾ അതായത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം വ്യായാമമൊക്കെ ചെയ്യാൻ വേണ്ട സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പുതിയ വരുന്ന അങ്ങനത്തെ പാർക്കുകളിലും അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹെൽത്തിന് കുറച്ച് പ്രാധാന്യം കൊടുത്തുള്ള സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പഴയ കാലത്തൊക്കെ ആണെന്ന് വെച്ചാൽ കുറേ ബിൽഡിങ് എന്തെങ്കിലും നിർമ്മിതികൾ ഒക്കെ നിർമ്മിച്ച് വയ്ക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുടർന്നും എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ ജിമ്മ് പോലെയുള്ള സംവിധാനങ്ങൾക്കൊക്കെയുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള പാർക്കുകൾ വയ്ക്കുകയാണെന്നുവെച്ചെങ്കിൽ യുവാക്കളെ കൂടുതൽ ആകർഷിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും അതിരാവിലെ അത് തുറന്നു കൊടുക്കണം കേട്ടോ. നമ്മൾ നട്ടുച്ചയ്ക്ക് തുറന്നു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം അതിരാവിലെ വന്ന് ഇത്തരത്തിൽ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ സ്പോട്ടുകൾ വളരെ ഉപകാരമാണ്.
പ്രത്യേകിച്ച് സിറ്റികളിലൊക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കണം കേട്ടോ. രാവിലെ എനിക്ക് വന്നുകൊണ്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അടുത്ത് കാണുന്ന ഏതെങ്കിലും ഹോട്ടലിൽ കയറി ചായയും അതുപോലെ എന്തെങ്കിലും കഴിക്കണം. അപ്പം മുട്ട റോസ്റ്റും പിന്നെ ഒരു ചായയും ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ഇന്നത്തെ എൻ്റെ തുടക്കം. അപ്പോൾ ഇന്നത്തെ റൈഡൊക്കെ നമ്മുടെ അവസാനിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അപ്പം ഇന്ന് ടോട്ടൽ ഒരു 28 കിലോമീറ്ററാണ് സഞ്ചരിച്ചത്. സ്റ്റാർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 28 കിലോമീറ്റർ ടോട്ടൽ സമയം ഏകദേശം 2 മണിക്കൂർ. അവിടെ കറങ്ങിയതും ഭക്ഷണം കഴിക്കായിരുന്നു ഒക്കെ ആയിട്ട് 2 മണിക്കൂർ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ഇന്നത്തെ റൈഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെയും ബൈ.